1, 4, 9, 16, 25, 36, 49, 64, ഈ പറയുന്ന സംഖ്യകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? നിങ്ങൾ പറ. നിങ്ങൾക്കറിയാമോ എന്താ പ്രത്യേകത? എന്താണ് പെർഫെക്റ്റ് നമ്പേഴ്സ്? എന്താണ് പൂർണ്ണവർഗ്ഗങ്ങൾ? അപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. വളരെ സിമ്പിളാണ്. സിമ്പിളായി മാർക്ക് മേടിക്കാം, ഫുൾ മാർക്ക് അടിക്കാം. ഈ വീഡിയോ മുഴുവനായി കാണാനായിട്ട് നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ എന്ന ചാപ്റ്റർ കിട്ടിലമായി പഠിക്കാൻ പോവുക. നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ചാപ്റ്ററിൽ എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ? എന്താ മക്കളെ? ഈ എഴുതിയേക്കുന്നതാണ് പൂർണ്ണവർഗ്ഗങ്ങൾ. ഓക്കെയാണ്, ഇതെല്ലാം പൂർണ്ണവർഗ്ഗങ്ങളാ. എന്താ പ്രത്യേകത? നിങ്ങൾ പറ. എന്താ ഈ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഈ 1 എന്ന് പറയുന്നത് പൂർണ്ണവർഗ്ഗം. എന്തുകൊണ്ടാണ് അതിനെ പൂർണ്ണവർഗ്ഗം എന്ന് വിളിച്ചത്? നോക്ക്, ഈ 1 എന്ന് പറയുന്നത് 1 × 1 ഒരേ സംഖ്യ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ വിളിക്കുന്ന പേരാണ് പൂർണ്ണവർഗ്ഗം അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ. നോക്ക്, 4 എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? 2ഉം അതേപടി 2 കൂടെ ഗുണിച്ചാൽ കിട്ടും 4. അപ്പൊ അതും എന്താണ്? പൂർണ്ണവർഗ്ഗം. അതാ സിമ്പിൾ ആയിട്ട് 25നെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാം. 5 × 5 25. ഓക്കെ, അതും പൂർണ്ണവർഗ്ഗമാണ്, പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ എന്താണ്? സെറ്റായി. ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് മക്കളെ. 1.69 ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഇതൊരു പൂർണ്ണവർഗ്ഗമാണോ എന്ന് ചോദിച്ചാൽ ആലോചനയിലേക്ക് പോകും. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പഠിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇതും പൂർണ്ണവർഗ്ഗമാണ് മക്കളെ. ഇതെന്ന് പറയുന്നത് 1.3 × 1.3 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ഈ കൺഫ്യൂഷൻസും ഈ അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പൊ തുടർന്ന് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ കുറെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റും. പെട്ടെന്ന് പറ മക്കളെ, പെട്ടെന്ന് പറയാ. മീൻസ് 10ന്റെ സ്ക്വയർ എന്ന് പറയുന്ന 10ന്റെ വർഗ്ഗം, 10ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 10⁻²2 അല്ലെങ്കിൽ 10ന്റെ വർഗ്ഗം, 10ന്റെ സ്ക്വയർ, ഇങ്ങനെ എല്ലാം പറയാം. എന്തായാലും 10ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 10 × 10 ആണ്. 10 × 10 നിങ്ങൾക്കറിയാം, 1നോട് 1 ഗുണിച്ചാൽ 1 തന്നെയാണ്. 2 0 കൂടെ ഇടുക, ഉത്തരമായി 100. സെറ്റ്. അടുത്ത 20ന്റെ സ്ക്വയർ പറഞ്ഞാൽ നമുക്കറിയാം 20 × 20 ആണെന്നറിയാം. 20 × 20 ചെയ്യാൻ പറഞ്ഞാൽ 2ഉം 2 കൂടെ ഗുണിക്കുക, അപ്പൊ 4 കിട്ടും. കൂടെ 2 0 ഇടുക, പരിപാടി കഴിഞ്ഞു. അടുത്ത 80ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് ഇത് കൂടെ 8ന്റെ സ്ക്വയർ 64. എത്ര 0 ഇടണം? 2 0. കണ്ടല്ലോ. ഇനി അടുത്ത 5ന്റെ സ്ക്വയർ 25. 0ത്തിന്റെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് 0ത്തിന്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ എത്ര 0 ഇടണം? 2 0 ഇടണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ഈ കണക്കുകൾ സിമ്പിൾ അല്ലേ? ഇനി ഇതിൽ നിന്നും നമ്മൾ ഈ കണക്കിലേക്ക് പോകുന്നു. എങ്ങനെ ചെയ്യും മക്കളെ? 11ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നിങ്ങളുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. 11ന്റെ സ്ക്വയറിനെ കുറിച്ച് ചോദിച്ചാൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒരു പെട്ടിയിലാക്കും. പെട്ടിയിലാണോ പരിപാടി? അല്ലേ. എന്നിട്ട് ഇതിനെ 4 പെട്ടിയാക്കും. വളരെ സിമ്പിൾ. 4 പെട്ടിയാക്കി എന്നിട്ട് മനത്ത് നോക്കിയിരിക്കുകയല്ല. ഈ 11നെ നമ്മൾ എന്ത് ചിന്തിക്കുക? 11നെ നമുക്ക് എങ്ങനെ മുറിക്കാം എന്ന് ചിന്തിക്കുക. മുറിക്കാനോ? ഇതെന്തോ മുറിച്ച് എന്തുണ്ടാക്കാൻ എന്നൊന്നും ചിന്തിക്കേണ്ട. ഈ 11നെ നമുക്കറിയാം 10+1 എന്ന് വിളിക്കാൻ പറ്റും. 11നെ എന്തെന്ന് വിളിക്കാം? 10+1 ആണ് 11. അപ്പൊ നമ്മുടെ കണക്ക് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടി നമ്മൾ 0 ഉള്ളൊരു സംഖ്യയാക്കും. അപ്പൊ 10നോട് 1 കൂട്ടുന്നതാണ് 11. എന്നിട്ട് നമ്മൾ ഇവിടെ എഴുതും 10ഉം 1ഉം. മുകളിൽ എഴുതി 10ഉം 1ഉം. വളരെ സിമ്പിൾ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 10ഉം 10 ഗുണിച്ച ഉത്തരം പറയും. 10ഉം 10 ഗുണിച്ച എത്ര? 100. സിമ്പിൾ, കിട്ടി. ഇനി നമ്മൾ ഈ 10ഉം ഈ 1 ഗുണിച്ചത് പറയും. 10 1 ഗുണിച്ച എന്ത് കിട്ടും? 10 കിട്ടും മക്കളെ, 10 കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ പെട്ടിയിൽ 10 എഴുതി. ഇനി ഈ 1ഉം ഈ 10 കൂടെ ഗുണിച്ചത് നമ്മൾ എഴുതും. 1ഉം 10 കൂടെ ഗുണിച്ചത് എന്ത് കിട്ടും? 10 കിട്ടും. ഇനി അവസാനമായിട്ട് ഈ 1ഉം 1 കൂടെ ഗുണിച്ചത് നമുക്ക് കിട്ടും എത്രയാണ്? 1. ആ എഴുതുന്ന രീതി ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് 10 × 10 അത് ചെയ്യുക. പിന്നെ ഈ 10ഉം ഈ 1ആയിട്ട് ഗുണിക്കുക, അതാ 10 എഴുതുക. അടുത്ത ഈ 1ഉം ഈ 10ആയിട്ട് ഗുണിക്കുക, ഈ 10 എഴുതുക. അടുത്ത ഈ 1 1 ഗുണിച്ചാൽ 1 എഴുതുക. അപ്പൊ ഇത് ആദ്യത്തെ രീതി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുക. ഈ പെട്ടിക്കകത്ത് കിട്ടി എല്ലാം കൂടെ കൂട്ടുക. പെട്ടിക്കകത്ത് ആരെ കിട്ടി? 100ഉം പിന്നെ 2 10ഉം പിന്നെ ഒരു 1ഉം കൂടെ കൂട്ടുക. എന്ന് പറയുമ്പോൾ ആൻസർ എത്ര? 121 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇതിനുള്ള ട്രിക്കൊക്കെ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. എളുപ്പ വഴി, എന്റെ സ്വന്തം ന്യൂജൻ മാത്തിന്റെ ട്രിക്ക് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. കാണുന്നതിന്റെ ഇടയ്ക്ക് ആ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്ത 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്തുവാ? ഈ പെട്ടി വരച്ച് ചെയ്യുന്നത് വേണോ അല്ല സാധാഗതിയിൽ വേണോ? അപ്പൊ നമുക്ക് പെട്ടി വരയ്ക്കാതെ ഒന്ന് ചെയ്ത് നോക്കാം. 15നെ നമുക്കറിയാം 10+5 ആണ് 15 എന്നറിയാം. അപ്പൊ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 10ന്റെ സ്ക്വയർ കാണണം പ്ലസ്, കണ്ടല്ലോ, 10ന്റെ സ്ക്വയർ കാണണം പ്ലസ്, പിന്നെ ആരുടെ സ്ക്വയർ കാണണം? 5ന്റെ സ്ക്വയർ കാണണം പ്ലസ്, പിന്നെ ആരൊക്കെ നോക്കടാ? 10ഉം 5ഉം 2 കൂടെ ഗുണിക്കുക. 10 × 5 × 2. ഇത്രയേ ഉള്ളൂ. ഇതാണ് അടുത്ത മെത്തേഡ്. പഠിക്കുക കേട്ടോ. ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റേ മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് ഇതാണ്, ബോക്സ് ടൈപ്പ്. അത് ചെയ്യുന്നതിനെയും കാട്ടിയും ഈ മെത്തേഡാണ് വളരെ എളുപ്പം. ആദ്യമേ നിങ്ങൾ ചിന്തിക്കുക, 15 എന്ന് പറഞ്ഞാൽ 10ഉം 5ഉം കൂടെ കൂട്ടുന്നതാണ്. എന്നിട്ട് 10ന്റെ സ്ക്വയർ ചെയ്യുക, 5ന്റെ സ്ക്വയർ ചെയ്യുക, പിന്നെ 10ഉം 5ഉം പിന്നെ എക്സ്ട്രാ ഒരു 2 കൂടെ ഗുണിക്കുക. കേട്ടല്ലോ. ഇത് കൂട്ടി നമുക്ക് ചെയ്തു നോക്കാം. 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 പ്ലസ് 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 പ്ലസ് 10ഉം 5ഉം 2 കൂടെ ഗുണിച്ച് നോക്കാം. 5ഉം 2ഉം 10ഉം
10 × 10 100 വരും എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ 100ഉം 100 കൂട്ടി 200 225 ആണ്. 15ന്റെ സ്ക്വയർ എത്ര 225. അടുത്ത് 18ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം 10ഉം 10 + 8 എന്ന് ചിന്തിച്ചാൽ മതി. 10 + 8 ചിന്തിക്കുക, പിന്നെന്ത് എഴുതുക 10ന്റെ സ്ക്വയർ എഴുതുക പ്ലസ് 8ന്റെ സ്ക്വയർ എഴുതുക പ്ലസ് 2 × 10 × 8 എന്ന് എഴുതുക. കണ്ടോ, ഈ എക്സ്ട്രാ 2 എക്സ്ട്രാ വരുന്നതാണെന്ന് മനസ്സിലാക്കിക്കോ. അപ്പോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ പറ, ഇതിന്റെ ഉത്തരം എത്രയാ? 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 പ്ലസ് 8ന്റെ സ്ക്വയർ എത്ര 64. അടുത്ത 2 × 8 16, 16 × 2 8 കൂടെ ഗുണിച്ചാൽ 16, 16ഉം 10 കൂടെ ഗുണിച്ചാൽ 160. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ നോക്കുക? 100ഉം 100ഉം എത്ര ഉണ്ട്? 200 ഉണ്ട്. 324 കൂട്ടുമ്പോൾ കിട്ടും. അപ്പൊ 18ന്റെ സ്ക്വയർ എത്ര 324. കണ്ടോ, അപ്പൊ ഈ കണക്കുകളൊക്കെ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പെട്ടിയിലാക്കി ചെയ്യുന്നതിനേയും കാട്ടി നല്ലത് ഈ മെത്തേഡാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മുന്നോട്ടുള്ള പേജുകളിലുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചെന്നേ ഉള്ളൂ. ഇനി കുറച്ച് സംഖ്യകളുടെയും കൂടെ സ്ക്വയർ ഞാനൊന്ന് കണ്ടുപിടിച്ചു തരാം. നിങ്ങളും പഠിച്ചു തുടങ്ങിക്കോ. 24ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്താ മക്കളെ മെത്തേഡ്? 20ഉം 4ഉം കൂടെ കൂട്ടുന്നതാണ് 24 എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. പിന്നെ എന്ത് ചെയ്യണം? 20ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, പിന്നെ 4ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, പിന്നെ 2 × 20 × 4 ചെയ്യണം. സിമ്പിൾ ആണ്. ഇനി നിങ്ങൾ പറ 20ന്റെ സ്ക്വയർ എത്ര? 20ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 20 × 20 നമ്മൾ ആദ്യമേ പഠിപ്പിച്ചായിരുന്നു. 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 × 20 400 വരും. 400 പ്ലസ് 16 പ്ലസ് 2 × 20 എത്ര വരും? 40. 40 × 4 എത്ര വരും? 160. കൂട്ടാൻ നന്നായിട്ട് അറിയണം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടും 576 ആണ് 24ന്റെ സ്ക്വയർ. കണ്ടോ, ഇതൊക്കെ കൂട്ടാനൊക്കെ ഉള്ള സ്പീഡുകൾ നിങ്ങൾ കൂട്ടിയും ഗുണിച്ചും ഒക്കെ പഠിച്ചു തുടങ്ങാനുള്ള സമയമായി. 8ാം ക്ലാസ് ആയി. നല്ല സ്പീഡ് കൊണ്ടുവരിക. അടുത്ത കണക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം 30ഉം 2 കൂടെ കൂട്ടിയാൽ മതി 32 കിട്ടാൻ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 30ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് 2 × 30 × 2. കണ്ടോ, ഞാൻ ചെയ്യുന്ന അതേ സ്പീഡിലേക്ക് നിങ്ങൾ എത്തണം. 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9, ഒരു 0ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0 പ്ലസ് 2ന്റെ സ്ക്വയർ 4. അടുത്ത 30ന്റെ കൂടെ 60, 60ഉം 2 കൂടെ 120 പ്ലസ് 120 എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി എത്ര കിട്ടും? നിങ്ങൾ പറയാം 900ഉം 100ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? 1000. 1024 ആണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. 1024 സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി 45ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. ഇങ്ങനെയും ചെയ്യാം. വേറൊരു മാർഗം കൂടെ വേണമെങ്കിൽ ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാം. നോക്കുക, 5ന്റെ സ്ക്വയർ അവസാനിക്കുകയാണെങ്കിൽ ഉത്തരത്തിൽ 25 ആണ്. നോക്കി, ഇത് 5ന്റെ സ്ക്വയർ വരുന്ന ഒരു സംഖ്യ. അപ്പൊ ആൻസറിൽ 25 ഉറപ്പാ. ഇവിടെ 4 ആണെങ്കിൽ 4ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 4 × 4 എത്ര? 16. 16നോട് 4 കൂട്ട് എന്ത് കിട്ടും? 20. Therefore ആൻസർ ഈസ് 20 25. ഇങ്ങനെ ഒരു എളുപ്പ വഴിയുണ്ട്. മറ്റൊരു കണക്കിലേക്ക് പോകുന്നു. ഇത് എന്റെ സ്വന്തം ട്രിക്കിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ രീതിയിൽ പഠിപ്പിച്ചു. ഇത് നമ്മുടെ ട്രിക്കിലൂടെ ഞാൻ ചെയ്ത് കാണിച്ചു. ഇനി മറ്റു കുറച്ച് കണക്കുകൾ, ഇതേപോലത്തെ കണക്കുകൾ നമുക്ക് ട്രിക്കിലൂടെ ഒന്ന് പഠിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രിക്കിലൂടെ പഠിക്കാം. നോക്കിയോ മക്കളെ, 34ന്റെ സ്ക്വയർ വന്നു. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണെന്നൊക്കെ. അതൊക്കെ നമുക്കറിയാം. 34 വന്നാൽ 30 + 4 എഴുതുമെന്ന് അറിയാം. 30ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ പ്ലസ് 2 × 30 × 4 എന്നൊക്കെ എഴുതും. ഇത് നമ്മൾ പഠിച്ചു. അതല്ല, ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂജൻ മാത്തിന്റെ ട്രിക്കാണ്. ആ ട്രിക്ക് ഇങ്ങനെയാണ് മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ 3ഉം ഉണ്ട് 4ഉം ഉണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. 3ന്റെ സ്ക്വയർ, പിന്നെ 4ന്റെ സ്ക്വയർ, പിന്നെ ഒന്നും കൂടെ ഉണ്ട് 3ഉം 4ഉം പിന്നെ 2ഉം കൂടെ ഗുണിക്കുക. കണ്ടല്ലേ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, പിന്നെ ഇത് 3 പേരും കൂടെ ഗുണിച്ച ഉത്തരം. ഓക്കെയാണ്, സെറ്റാണ്. ഇനി നമ്മൾ എഴുതുന്ന രീതി വയ്ക്കണം. 3ന്റെ സ്ക്വയറിനെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും, 0,9 എന്ന് എഴുതും. ഓക്കെയാണ്, രണ്ടക്ക സംഖ്യ പോലെ എഴുതുന്നു. 3ന്റെ സ്ക്വയർ 9 ആണ്, പക്ഷെ എഴുതുമ്പോൾ 0,9. അടുത്ത 4ന്റെ സ്ക്വയർ എന്താ? 16. അത് രണ്ടക്ക ഉണ്ട്, അതുകൊണ്ട് 16 എന്ന് എഴുതിയാൽ. ഇനി കൂട്ടുന്ന സിമ്പിൾ ഇടുക. ഇനി ഇത് രണ്ടുകൂടെ കൂട്ട 3ഉം 4 ഗുണിച്ച 12, 12ഉം 2 കൂടെ ഗുണിച്ച 24. ആ 24 ഇതാ ഈ രീതിയിൽ എഴുതാൻ പഠിക്കുക. കണ്ടല്ലോ, ഇതെല്ലാം കൂടെ കൂട്ടുത്തരം കിട്ടും 6, 5, 11. അപ്പൊ therefore ആൻസർ ഈസ് 1156. 34ന്റെ സ്ക്വയർ എത്ര? 1156. ഒരു സംശയവും വേണ്ട. അടുത്ത ചോദ്യം, 63ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്തോ മക്കളെ മാർഗം? പെട്ടെന്ന് പറ. 6ന്റെ സ്ക്വയർ പെട്ടെന്ന് എഴുതിയാൽ മതി. 6ന്റെ സ്ക്വയർ എത്ര? 36. അടുത്ത 3ന്റെ സ്ക്വയർ എഴുതണം. 3ന്റെ സ്ക്വയർ 9 ആണ്, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ 0,9 എന്ന് എഴുതും. അടുത്ത 6ഉം 3ഉം കൂടെ 18. 18നോട് ഈ 2 ഗുണിച്ചാൽ എത്ര കിട്ടും? 18നോട് 2 ഗുണിച്ചാൽ 36. അതെടുത്ത് ഇവിടെ എഴുതാം, 36. ഇനി കൂട്ടുക, 9, 6, 9, 3. ചെക്ക് ചെയ്യണേ, 3969. ദിസ് ഈസ് ട്രിക്ക്. അടുത്ത നോക്ക്, 78ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്തോ മാർഗം? 7ന്റെ സ്ക്വയർ 49. കണ്ടോ, 7ന്റെ സ്ക്വയർ എഴുതി 49. അടുത്ത 8ന്റെ സ്ക്വയർ, 8ന്റെ സ്ക്വയർ എത്ര? 64.
4. ഇനി 7ഉം 8 കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 56. 56നോട് 2 ഗുണിച്ചാൽ എന്താ നോക്കുക, 56നോട് 2 ഗുണിച്ചാൽ എത്രയാ, 12 ഇഷ്ടം 112. ആ 112 ഇങ്ങനെ എഴുതുക. ഓക്കെയാണ്, കൂട്ടുക. 4 6 2 8 ആകും, 9 10 ഇഷ്ടമാവും. 6084 ഇതിന്റെ ഉത്തരം. ഇപ്പൊ ട്രിക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നോണ്ടിരിക്കുന്ന 8ാം ക്ലാസ് വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ പഠിച്ച് നമ്മൾ മിടുക്കരാവാം. ഓക്കെ, ഇനി നമ്മൾ വർഗം അല്ലെങ്കിൽ സ്ക്വയർ കണ്ടുപിടിക്കുന്ന സംഖ്യ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ക്വയർ എന്ത് സംഖ്യയുടെയാണ്, ദശാംശമുള്ള സംഖ്യയുടെയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചേ ചെയ്യാവൂ മക്കളെ, നിങ്ങൾക്ക് തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്. നോക്ക്, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് 3 + 0.7 എന്നാണ് ചിന്തിക്കേണ്ടത്. എന്തോ 3നോട് 0.7 കൂട്ടിയാലാണ് 3.7 ആകുന്നത്. ശ്രദ്ധിക്കണേ, ഇപ്പൊ 3.7 ആവണമെങ്കിൽ 3നോട് 0.7 കൂട്ടുന്ന പോലെ എഴുതണം. അപ്പൊ നേരത്തെ ചെയ്ത അതേപടി ട്രിക്കല്ല നമ്മൾ ആദ്യം പഠിച്ചത്. എങ്ങനെ, 3ന്റെ സ്ക്വയർ എഴുതണം, പ്ലസ് പിന്നെ ആരുടെ സ്ക്വയർ എഴുതണം, 0.7ന്റെ സ്ക്വയർ എഴുതണം. പിന്നെ എന്ത് കൂട്ടണം, 2 × 3 × 0.7. ഓക്കെ ആണേ. അപ്പോൾ ദശാംശം വരുന്ന സൂക്ഷിച്ച് എഴുതിയാൽ മതി. 3 + 0.7. ആദ്യമേ 3ന്റെ സ്ക്വയർ, അടുത്തത് 0.7ന്റെ സ്ക്വയർ, പിന്നെ ഈ 2 കൊണ്ട് ഗുണിച്ച 2 പേരും. ഓക്കെയാണ്. ഇനി ഇത് സൂക്ഷിച്ച് കണക്ക് ചെയ്യുക. 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര വരും, 9. ഓക്കെയാണ്. പ്ലസ് ഇവിടെയാണ് സംശയം, 0.7ന്റെ സ്ക്വയർ നോക്കണേ മക്കളെ, 0.7 ആണ്. 0.7 × 0.7 ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോണേ, 0.7 × 0.7, 7ഉം 7 കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 49 ആണ്. സെറ്റാണ്. പക്ഷെ ഇവിടെയും ഒരു ദശാംശം, ഇവിടെയും ഒരു ദശാംശം, മൊത്തത്തിൽ എത്ര ദശാംശം ഉണ്ട്, 2. അത് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ ഇവിടെ വരും ആൻസർ ഈ 0.49. അപ്പൊ ഇവിടുത്തെ ഉത്തരം 0.49 ആണെന്ന് മനസ്സിലാക്കുക. പ്ലസ് നോക്കണേ, അടുത്ത 2ഉം 3ഉം കൂടെ ഗുണിച്ച് എത്രയാണ്, 6 ആണ്. 6 × 0.7 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് 6 × 0.7. നോക്കിക്കോണേ, അവിടെ 6ഉം 7ഉം കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 42 ആണ് അല്ലേ. 6ഉം 7ഉം കൂടെ ഗുണിച്ചാൽ 42 ആണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. ദശാംശം ഉണ്ടെങ്കിൽ ഉത്തരത്തിൻ്റെതാ ഇവിടെയും ദശാംശം വരും, 4.2 ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും, 4.2 എന്ന് എഴുതുവാണ്. എളുപ്പമുണ്ട് നമുക്ക് കണക്ക് ചെയ്യാൻ, 4.2. ഇനി എന്ത് ചെയ്യണം, ഈ 3 ഉത്തരം കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ആൻസർ ഇതെല്ലാം കൂടെ കൂട്ടണം. സൂക്ഷിച്ചു കൂട്ടണം, കൂട്ടുന്നതിനും സൂക്ഷിച്ച് ചെയ്യണം. 4.2 ഞാൻ എഴുതി. ഓക്കെയാണ്, ഈ സംഖ്യ ആദ്യം എഴുതി. ഇനി ഈ സംഖ്യയുടെ പോയിന്റ് എവിടെ, ഇവിടെയാണ്. അപ്പൊ ആ പോയിന്റ് നേർക്ക് ഇടണം കേട്ടോ. പോയിന്റ് ഇട്ടു, ഇപ്പുറത്തോട്ട് എന്തുണ്ട്, 4 9. അപ്പൊ നിങ്ങൾ ചോദിക്കും മേലൊന്നും ഇല്ലല്ലോ, അപ്പൊ എന്താ 0 കൊടുക്കാം. ഇനി ഇവിടെ ഒന്നും ഇല്ലല്ലോ, 0 കൊടുക്കാം. അടുത്ത നമുക്ക് എഴുതേണ്ട സംഖ്യ നോക്കണേ, 9 ആണ്. 9ന്റെ പോയിന്റ് എവിടാ എന്ന് ചോദിക്കുന്നവരും മക്കളെ, 9ന്റെ പോയിന്റ് വലത്തെ സൈഡിലാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. 8 എന്ന് എഴുതിയാൽ വലത്തെ സൈഡിൽ പോയിന്റ് ഉണ്ട്. 15 എന്ന് എഴുതിയാൽ വലത്തെ സൈഡിൽ പോയിന്റ് ഉണ്ട്. അപ്പൊ 9.00 എന്ന് ഇതെല്ലാം കൂടെ കൂട്ടണം. അപ്പൊ കൂട്ടി തെറ്റിക്കല്, 9 6 പോയിന്റ് 9 4 കൂടെ കൂട്ടിയ 13. ദ ആൻസർ ഈസ് 13.69 ആണ്. 3.7ന്റെ സ്ക്വയർ എത്രാന്ന് ചോദിച്ചാൽ പറയുക, 3.7ന്റെ സ്ക്വയർ എത്രാന്ന് ചോദിച്ചാൽ 13.69 ആണ്. ഏത് 3.7ന്റെ സ്ക്വയർ. അപ്പൊ 3.7ന്റെ സ്ക്വയർ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചും കണ്ടും പഠിക്കും. അടുത്ത നോക്ക്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, 1.4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ എഴുതി വെക്കണം, 1നോട് എന്ത് കൂട്ടുന്നതാണ്, 0.4 കൂട്ടുന്നതാണ്. 1നോട് 0.4 കൂട്ടുന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, 1 സ്ക്വയർ, പിന്നെ എന്തിന്റെ സ്ക്വയർ, 0.4ന്റെ സ്ക്വയർ, പിന്നെ അടുത്ത എന്തോ പ്ലസ് 2 × 1 × 0.4. ശ്രദ്ധിക്കണേ, തെറ്റിച്ചളയല്ലേ. അടുത്ത 1ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. സെറ്റ്. ഇനി അടുത്ത് നോക്ക്, 4ന്റെ സ്ക്വയർ ആണ്. 4ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം 16 ആണ്. പക്ഷെ ഇവിടെ 2 പോയിന്റ് വരും, നിങ്ങൾ ചിന്തിച്ച് 0.16 ആണ് വരുന്നത് കേട്ടല്ലോ. അപ്പൊ ഒന്നുകൂടെ ഞാൻ എഴുതി കാണിക്കാം, 0.4 × 0.4 ആണ് എന്ന് പറയുമ്പോൾ 16 വരും. ഇവിടെയും ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. അപ്പൊ മൊത്തത്തിൽ 2 പോയിന്റ് ഇടണം, 0.16. അപ്പൊ ഉത്തരം എന്തോ 0.16 പ്ലസ് നോക്ക 2 × 1 2 തന്നെ. 2നോട് പിന്നെ എന്തോ ഗുണിക്കണ്ടേ, 0.4 എന്ന് പറയുമ്പോൾ 8 അല്ല 0.8 ആണ് ആൻസർ വരുന്നത്. 0.8 ആണ് ആൻസർ വരുന്നത്. ഇനി ഇത് 3ഉം കൂടെ എന്ത് ചെയ്യാണ്ട് മക്കളെ, കൂട്ടാനുണ്ട്. ഇത് 3ഉം കൂടെ കൂട്ടുന്ന ശ്രദ്ധിച്ചോ.
1 എന്ന് പറഞ്ഞ സംഖ്യ എഴുതിയാൽ കണ്ടോ, ഈ 1 എന്ന് പറഞ്ഞ സംഖ്യ എഴുതിയാൽ 1ന്റെ എവിടാ പോയിന്റ്? വലത്തെ സൈഡിൽ. അപ്പം 1 പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ 0 ഇടാം, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇട്ടാൽ മതി. അടുത്ത 0.16 ഓക്കെ ആണ്. അടുത്തത് 0.8ന്റെ അപ്പുറത്തൊന്നും ഇല്ലെങ്കിൽ 0 ഇടുക കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6, 9, 1.96. therefore ഇതിന്റെ ആൻസർ 1.96 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇതുപോലെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നത്, അതുപോലെ പഠിപ്പിക്കുകയാണ് ഞാൻ. ഓക്കെ, സെറ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കുക. 5.8ന്റെ സ്ക്വയർ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുക. 5 + 0.8 എന്ന് ചിന്തിക്കുക. അപ്പൊ അടുത്ത വരിയിൽ എഴുതുക 5ന്റെ സ്ക്വയർ പ്ലസ് ആരുടെ സ്ക്വയർ? 0.8ന്റെ സ്ക്വയർ പ്ലസ് 2 × 5 × 0.8. സെറ്റ് ആണ്. ഇനി നോക്കാം 5ന്റെ സ്ക്വയർ 25 പ്ലസ് 0.8ന്റെ സ്ക്വയർ. 8ന്റെ സ്ക്വയർ 64 ആണ്, പക്ഷെ 2 സ്ഥാനം കൂടെ വരുമ്പോൾ 0.64 ആകും. പ്ലസ് ഇവിടെ ശ്രദ്ധിക്കണം 5 × 2 10 ആണ്, 10 × 0.8 ആണ്, 10 × 0.8. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10ഉം 0.8ഉം കൂടെ ഗുണിച്ചാൽ എന്ത് സംഭവിക്കും മക്കളെ? അതിന്റെ ഉത്തരം 8 ആയി മാറും. പോയിന്റ് എങ്ങോട്ട് ചാടും? ഈ പോയിന്റ് ചാടി ഇങ്ങ് വരും, ദാ ഇവിടെ വരും. 8.0 എന്ന് പറയുന്ന ആരാണ്? 8 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? 8. ശ്രദ്ധിക്കണേ, 8 ആവും. അപ്പൊ ഒന്നുകൂടെ എഴുതാം. 25 + 0.64 പ്ലസ് എന്തായിട്ട് മാറും? 8 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ കൂട്ടാവളം എന്ത്? 25ഉം 8ഉം കൂടെ കൂട്ടി എന്ത് വരും? 25ഉം 8ഉം കൂടെ കൂട്ടിയാ 33 വരും. 33നോട് 0.64 കൂട്ടി കഴിഞ്ഞാൽ എന്ത് വരും? നിങ്ങൾക്കറിയാം 33.64. അത് കൂട്ടി കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി നോക്കാം, അത് ആവശ്യമില്ല. നോക്കി 25ഉം 8ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 33. ആ 33നോട് 6.64 അത് കൂട്ടി അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. 0.64. 33.64 ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ 2 സംഖ്യകൾ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് നമ്മളിപ്പം ചെയ്തത്. ഇനി 10.1 വന്നാൽ എങ്ങനെ ചെയ്യും നോക്കടാ. 10 + 0.1 എന്ന് എഴുതും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? 10ന്റെ സ്ക്വയർ പ്ലസ് 0.1ന്റെ സ്ക്വയർ പ്ലസ് 2 × 10 × 0.1. സെറ്റ് ആണ്. ഇനി 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. 100 പ്ലസ് 0.1ന്റെ സ്ക്വയർ നമുക്കൊന്ന് ചെയ്യാം. 0.1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 0.1 × 0.1 എന്ന് പറഞ്ഞാൽ 1ഉം 1ഉം കൂടെ വിളിച്ചാൽ 1 ആണ്. പക്ഷെ 2 സ്ഥാനം വരുന്നത്, ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ഒരു 0 കൊടുക്കണം. therefore ആൻസർ ഈസ് 0.01 എന്ന് വരും കേട്ടോ. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ചോദ്യത്തിൽ പഠിക്കേണ്ടത്. 0.01 പ്ലസ് നോക്കടാ, ഇവിടെ നോക്ക് 2ഉം 10ഉം കൂടെ ഗുണിച്ചാൽ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സ്റ്റെപ്പ് അങ്ങ് ചെയ്യാൻ ശ്രമിക്കുക. 10 × 0.1 എന്തായിട്ട് മാറും? വെറും 1 ആയിട്ടും കേട്ടെ. ശ്രദ്ധിക്കുക, 10 × 0.1 എന്തായിട്ട് മാറും? വെറും 1 ആകും. മീൻസ് ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് ചാടി ഇവിടേക്ക് വരും. 1 പോയിന്റ് എന്ന് വെച്ചാൽ ആരാണ്? 1 ആണ്. ശ്രദ്ധിക്കുക, 10 കൊണ്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് ഇടത്ത് നിന്നും വലത്തോട്ട് ചാടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൻസർ 1 എന്ന് വരും. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ 1 വന്നു. 1 × 2 1 × 2 എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. സെറ്റ് ആണ്. 1 × 2 2 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ കൂട്ടേണ്ട നോക്ക്, 100ഉം 2ഉം കൂടെ കൂട്ടിയ 102. 102 0.01. അപ്പൊ ആൻസർ പറ 102.01 എന്ന ആൻസർ കിട്ടും. 102.01. ഓക്കെ ആണ്. ഇപ്പൊ നോക്ക്, നിങ്ങൾക്ക് ചെയ്യേണ്ട കണക്ക് 15.7ന്റെ സ്ക്വയർ. നമ്മളിതാ ഈ മെത്തേഡിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയ സംശയം നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിനൊരു ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടെ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഈ വീഡിയോ കഴിഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ആ ചെക്കിംഗ് മെത്തേഡും കൂടെ പറയുകയാണ്. അപ്പൊ ആദ്യമേ നമ്മൾ 15.7 സാധാ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. 15.7 നമുക്കറിയാം 15 + 0.7 ആണ് നമുക്ക് അറിയാവുന്ന കാര്യം. നമ്മൾ അതുപോലെ തന്നെ ചെയ്യും. 15ന്റെ സ്ക്വയർ പ്ലസ് 0.7ന്റെ സ്ക്വയർ പ്ലസ് 2 × 15 × 0.7. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 15ന്റെ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, 5ൽ അവസാനിക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? 1ന്റെ സ്ക്വയർ ചെയ്യണം. അല്ലെ, 1ന്റെ സ്ക്വയർ 1, 1നോട് പിന്നെ എന്ത് ചെയ്യണം? 1 കൂട്ടണം. അപ്പൊ 2 വരും. അപ്പൊ 225 വരും. ആ ഒരു ഐഡിയ ഓർത്തിരിക്കുക. പ്ലസ് 0.7ന്റെ സ്ക്വയർ. അപ്പൊ 7ന്റെ സ്ക്വയർ 49 ആണ്. 0.7 ഉണ്ടായത് കൊണ്ട് 0.49 ആകും. പ്ലസ് നോക്ക്, 2ഉം 15 ഗുണിച്ചാൽ എന്ത് വരും? 30. 30 × 0.7 എന്ന് വരും. ശ്രദ്ധിക്കുക. ഇനി നമുക്കറിയാം ഇവിടെ 225 തന്നെ, ഇവിടെ 0.49 സെറ്റ് പ്ലസ് ഇതിന്റെ ഉത്തരം പറ. നോക്ക്, ഇതിന്റെ ഉത്തരം പറയാൻ എളുപ്പമുണ്ട്. ഒരു മെത്തേഡ് ഒന്ന് ചിന്തിക്കുക. ഈ 30ൽ ആരുണ്ട് മക്കളെ? 3 × 10 ഉണ്ട്.
ഈ 10ഉം ഈ 0.7 കൂടെ ഗുണിച്ചാൽ എന്ത് സംഭവിക്കും? 10 × 0.7 എന്തായിട്ട് മാറും? വെറും 7 ആയിട്ട് മാറും. അപ്പൊ അവിടെ വെറും 7 ആയി കഴിഞ്ഞാൽ പിന്നെ 7 3 കൂടെ ഗുണിച്ചാൽ പിന്നെ 21 മാത്രമേ അവിടെ ഉള്ളൂ. ആൻസർ ഈസ് 21. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഈ 7ഉം 30ഉം കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടും 210. പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ ഈസ് 21 പോയിന്റ്. 21 പോയിന്റ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? വെറും 21 തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടണം. മീൻസ് ആരൊക്കെ തമ്മിൽ കൂട്ടണം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 225ഉം 21 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 246. പിന്നെ ഇത് ചേർത്ത് എഴുതിയാൽ മതി. 246.49. കണ്ടോ, ഇതിന് ഒരു കാര്യമില്ല, ഇത് രണ്ടും സംഖ്യകളാണ്. അതിന്റെ കൂടെ പോയിന്റ് വന്നാൽ അതങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. ആ ട്രിക്കും കൂടെ ഓർത്തിരിക്കുക. കേട്ടല്ലോ, എളുപ്പമാണ്. ഇനി ഈ കിട്ടിയ ഉത്തരം ഈ സ്റ്റെപ്പിലൂടെ ചെയ്ത് ശരിയാണോ എന്ന് സംശയിക്കുന്ന ഒരുപാട് പിള്ളേർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണത്. മക്കളെ ഓർത്തിരിക്കുക, 15.7 സ്ക്വയർ എന്ന് വെച്ചാൽ എന്തു അർത്ഥം? 157 × 157 ചെയ്താൽ മതി. നോക്ക് ഉത്തരം നോക്ക് വന്നേക്കുന്നത് 246.49 എന്നു. പക്ഷേ ഉത്തരത്തിൽ 2 പോയിന്റ് കൂടെ ചേർത്ത് കയറ്റിയിടുമ്പോൾ ഉത്തരം എന്താ സെയിം ആകുന്നില്ലേ? കണ്ടോ, അപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്. ഈ വരി കറക്റ്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾ ഇത് കണക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചെക്കിങ്ങിന്റെ ആവശ്യം വരുന്നവർ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി മാത്രമായി പറഞ്ഞതാണ്. ഈ രീതിയിൽ ചെയ്താൽ ഒരിക്കലും തെറ്റാനായി പോകുന്നില്ല കേട്ടല്ലോ. കൃത്യമായി ചെയ്യുക, തെറ്റാതെ ചെയ്യുക. അപ്പം ഇതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇത് ഉത്തരം ശരിയാണോ എന്നൊന്ന് നോക്കാം. കേട്ടല്ലോ, ഓക്കെയാണ്, പെർഫെക്ഷന് വേണ്ടി. ഇനി ഈ പാഠത്തിന്റെ അവസാനം അവരൊരു കാര്യം പറയുന്നുണ്ട്. ഈ പറയുന്ന സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നോക്ക്, 0.5 അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. മക്കളെ, 0.5ന്റെ സ്ക്വയർ ആണ് അവസാനിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആൻസറിൽ ഒരു 0.25 ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതോടൊപ്പം ഇവിടെ 1 ആണ് സംഖ്യയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക 2 കൊണ്ടുവന്ന് അതുമായിട്ട് ഗുണിക്കുക. അപ്പൊ 2 × 1 ചെയ്യുക. 2 × 1 ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ therefore the answer is 2.25. മനസ്സിലായില്ലെന്ന് മനസ്സിലായി. 2.5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം 0.5ന്റെ സ്ക്വയർ ഉണ്ട്. അപ്പൊ ആൻസർ ഉറപ്പായിട്ടും എന്തുണ്ട്? 0.25 ഉണ്ട്. പോയിന്റ് ആയി 5ൽ അവസാനിച്ചാൽ 0.25 ഉത്തരത്തിലുണ്ട്. അതോടൊപ്പം ഇവിടെ 2 അല്ലയോ മക്കളെ? അപ്പൊ നിങ്ങൾ 3 ചിന്തിക്കണം. 3 × 2 ചെയ്യണം. 3 × 2 എത്രയാണ്? 6 ആണ്. അപ്പൊ ആൻസർ ഈ 6.25. ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. 0.5ന്റെ സ്ക്വയർ ആണെങ്കിൽ ആൻസറിൽ 0.25 വരും. ഇവിടെ 3 ആണെങ്കിൽ നിങ്ങൾ 4 കൊണ്ടുവന്ന് ഗുണിക്കുക. 4 × 3 എന്തായിട്ട് വരും? 12. therefore answer is 12.25. മറ്റൊരു കണക്ക് നോക്കാം. ഇവിടെ 10.5 ഉണ്ട്. അപ്പോൾ ഇവിടെ 0.5ലാണ് അവസാനിച്ചത്. therefore ആൻസർ 0.25 ഉണ്ട്. ഇവിടെ 10 ആണെങ്കിൽ നമ്മൾ ഗുണിക്കേണ്ടത് 11 ആണ്. അപ്പൊ ആൻസർ ഈസ് 110.25. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഇതുപോലത്തെ ക്ലാസ്സുകളാണ് ന്യൂജൻ മാത്ത് എന്ന ഈ ചാനലിൽ വരുന്നത്. ചിലവർ പുതുതായി വന്നവർ കാണും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നോട്ടിഫൈ ഓൺ ആക്കി വെച്ചോ. പുതിയ വീഡിയോസ് വരുമ്പോൾ ചാടിക്കേറി കാണുക, പഠിക്കുക, മിടുക്കരാവുക. നിങ്ങൾ ആ ഒരു സ്കൂളിലെ തന്നെ നല്ല മിടുക്കരാവുക, കേരളത്തിലെ നല്ല മിടുക്കരാവുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പൊ സ്ക്വയർ എന്ന് പറയുന്ന വർഗം എന്ത് എന്നതിനുള്ള എളുപ്പ വഴിയും ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും വരിക, കാണുക, സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുക, നല്ലൊരു കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു.